വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടക്കം UDFന് ഏറെ നിർണായകമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം അതിനിർണായകമാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോഴാകട്ടെ കൊച്ചി കോർപ്പറേഷൻ ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും കൊച്ചി കോർപ്പറേഷൻ പിടിക്കുക എന്നത് മുന്നണികളെല്ലാം തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അഭിമാന പദ്ധതികൾ ഭരണ തുടർച്ചയ്ക്കായി ഉയർത്തിക്കാട്ടാൻ LDF ശ്രമിക്കുമ്പോൾ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഭരണം തിരിച്ചുപിടിക്കുകയാണ് UDFന്റെ ലക്ഷ്യം. കഴിഞ്ഞ തവണ UDFനുണ്ടായ പോരായ്മയായി അവർ തന്നെ പറയുന്നത് വിമതരുടെ സാന്നിധ്യമായിരുന്നു. ഇവർ ചില ഡിവിഷനുകളിൽ ജയിക്കുകയും അവരുടെ സഹായത്തോടെയാണ് LDF ഭരണത്തിലെത്തുകയും ചെയ്തത്. ഇത്തരത്തിൽ വിമതരാകാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി അവരെ തിരഞ്ഞുപിടിച്ച് തങ്ങളുടെ പക്ഷത്തേക്ക് ആക്കുന്നതാണ് LDFന്റെ രീതി. എന്നാൽ ഇത്തരത്തിലുള്ള വിമത ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒപ്പം നിർത്തുക എന്നതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഏതെങ്കിലും ആളുകൾ പാർട്ടിക്കെതിരായി വിമതരായി മത്സരിക്കാൻ തീരുമാനിച്ചാൽ അവരെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് തീരുമാനമെന്നും ഷിയാസ് പറയുന്നു. കൊച്ചി കോർപ്പറേഷന് വിജയിക്കേണ്ടത് DCC പ്രസിഡന്റിനും ഒരു തരത്തിൽ അഭിമാന പ്രശ്നം തന്നെയാണ്. യുവ നേതാവ്, സമരമുഖങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാൾ എന്ന ഇമേജ് എല്ലാം എറണാകുളം ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനുണ്ട്. ഏറെ സ്വീകാര്യതയുള്ള DCC പ്രസിഡന്റ് കൂടിയാണ് ഷിയാസ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷിയാസിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. കളമശ്ശേരിയിൽ പാലാരിവട്ടം മേൽപ്പാലവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ലീഗ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നു. മണ്ഡലത്തിൽ നിന്നും പിന്നീട് വിജയിച്ച CPM നേതാവ് P രാജീവ് നിലവിൽ മന്ത്രിയാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിനനുസരിച്ച് കരുത്തുള്ള ഒരാളെ UDF മത്സരിപ്പിക്കണം. അങ്ങനെ സ്വീകാര്യതയുള്ള ആരും തന്നെ ലീഗിലില്ല. ഈ ഘട്ടത്തിലാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്. ജില്ലയിലെ തന്നെ ലീഗിന് സാധ്യതയുള്ള മറ്റൊരു മണ്ഡലമായ കൊച്ചി പകരം ലീഗിന് നൽകിയേക്കും. ലീഗ് കൊച്ചിയേക്കാൾ അരൂരോ കായംകുളമോ ആണ് പകരം ചോദിക്കുന്നത് എന്നും അറിയുന്നു. കായംകുളം കോൺഗ്രസ് വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ കൊച്ചിയോ അരൂരോ നൽകി പ്രശ്നം പരിഹരിക്കുവാനാകും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുക. അതുകൊണ്ട് തന്നെ കൊച്ചി കോർപ്പറേഷൻ ഭരണം UDFന്റെ അത്യാവശ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ UDF ആരംഭിച്ചിട്ടുണ്ട്. പുതിയ വാർഡുകളും ഡിവിഷനുകളും രൂപീകരിക്കുകയും വാർഡുകളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഓരോ പഞ്ചായത്തുകളിലും ആ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലും കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ അധികാരത്തിലെത്തുക എന്നതിൽ കുറഞ്ഞതൊന്നും UDF ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇത് എത്രത്തോളം ഫലവത്താകുമെന്നും സീറ്റ് ചർച്ചകൾ ആരംഭിക്കുമ്പോൾ വിമത സ്വരങ്ങൾ എത്രയുണ്ടാകുമെന്നും കണ്ടറിയേണ്ടതുണ്ട്. വിമതരുടെ കൂട്ടുപിടിച്ച് കഴിഞ്ഞ തവണ ഭരണം പിടിച്ചതുപോലെ ഒരു ശ്രമത്തിന് LDF വീണ്ടും ശ്രമിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ വരുമ്പോൾ വിമത സ്വരം ഉയർത്തുന്നവർക്ക് കൗൺസിലിംഗ് നൽകുന്ന രീതി എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് സ്ഥാനാർത്ഥി നിർണയത്തോടെ അറിയാം.